ഹായ്. മരത്തിൽ നിന്ന് ഇലകൾ പൊഴിയുന്നത് പോലെ നിങ്ങളുടെ ബന്ധം പതിയെ ഇല്ലാതാകുന്നുണ്ടെങ്കിൽ ഇക്കാരണങ്ങൾ അതിലുണ്ടോ എന്ന് പരിശോധിക്കുക. 1. തമ്മിലുള്ള സംസാരം കുറയുന്നത്. നിശബ്ദതകൾ രണ്ടു പേർക്കിടയിലെ ദൂരം കൂട്ടിക്കൊണ്ടേയിരിക്കും. രണ്ടുപേർ തമ്മിൽ റിലേഷനിലായിരിക്കട്ടെ, സൗഹൃദ ബന്ധത്തിലായിരിക്കട്ടെ, ഫാമിലി ബന്ധങ്ങളായിരിക്കട്ടെ, അവിടെ നിശബ്ദതകൾ, പരസ്പര സംസാരങ്ങൾ, ആശയവിനിമയം കുറയുന്നത് രണ്ടു പേർക്കിടയിലെ ദൂരം കൂട്ടിക്കൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. 2. ചില പിണക്കങ്ങൾ. അവനറിയാമല്ലോ എന്താണ് കാരണമെന്ന്, അവൾ ചിന്തിക്കുമല്ലോ, അവൾക്കറിയാമല്ലോ എന്നൊക്കെ കരുതിയുള്ള ഒരു പിണക്കം. എന്നാൽ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് മറുവശത്തിരിക്കുന്ന ആൾ ചിന്തിക്കുന്നില്ലെങ്കിൽ, അവിടെ അത് നടക്കുന്നില്ലെങ്കിൽ തീർച്ചയായും ആ ബന്ധം തകരും. 3. താരതമ്യം ചെയ്യൽ. എൻ്റെ കൂട്ടുകാരൻ്റെ പെണ്ണ് ഇങ്ങനെയല്ലല്ലോ, എൻ്റെ കൂട്ടുകാരിയുടെ ചെക്കൻ ഇതിലും നന്നായിട്ട് ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുമല്ലോ എന്നൊക്കെ ചിന്തിക്കുക. നിനക്കും അതുപോലെ ചെയ്തുകൂടെ, പെരുമാറിക്കൂടെ എന്ന തരത്തിലുള്ള താരതമ്യപ്പെടുത്തലുകൾ തീർച്ചയായും രണ്ടുപേർക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. 4. ബന്ധത്തിൽ തുല്യതയില്ലെങ്കിൽ. നിങ്ങൾക്ക് കിട്ടുന്ന സ്നേഹം, പരിഗണന ഇവയൊക്കെ തിരിച്ചു കിട്ടാൻ മറുവശത്തിരിക്കുന്ന ആൾക്കും കൊതിയുണ്ടാകും. നിങ്ങൾക്കവർ മാക്സിമം തരുന്നത് തന്നെ അവർക്കും മാക്സിമം കിട്ടണം എന്നൊരാഗ്രഹം വച്ചിട്ടായിരിക്കും. ഇവിടെ ഈ കൊടുക്കൽ വാങ്ങലുകളുടെ ഏറ്റക്കുറിച്ചിലുകൾ ബന്ധത്തിൽ വിരസത സൃഷ്ടിക്കും. 5. പരിശ്രമം കുറയൽ. ബന്ധങ്ങൾ മുന്നോട്ട് നന്നായി കൊണ്ടുപോകാൻ രണ്ടുപേരും ഒരുപോലെ ശ്രമിക്കണം. രണ്ടിൽ ഒരാൾ മാത്രം ഇതിൽ റിസ്ക് എടുക്കുന്നത് ആ ബന്ധത്തിൻ്റെ അന്ത്യനാൾ കുറിക്കുന്നതിന് സമമാണ്. നിങ്ങൾ നിങ്ങളുടെ റിലേഷൻ എങ്ങനെയുള്ളതാണെന്ന് ചെക്ക് ചെയ്യുക. അത് നല്ല രീതിയിൽ സമാധാനത്തിലാക്കാൻ എന്താണ് കുറവ് എന്ന് കണ്ടെത്തുക. ആ പ്രശ്നം പരിഹരിച്ച് ഭംഗിയായി മുന്നോട്ട് പോവുക. ബൈ മോട്ടിവേഷൻ മലയാളം.